നോക്കൂ നിങ്ങൾ, നോക്കൂ, ഇനി നോക്കൂ. വസ്സാലിമാമ് പറയാണ്, ഒരാളുടെ രാത്രിയിലെ ഭക്ഷണം പറയുന്നു, സാലിഹീങ്ങളെ നോമ്പായി തീരണമെങ്കിൽ ഒരാൾ നോമ്പല്ലാത്ത കാലത്ത് രാത്രി എത്ര ഭക്ഷണം കഴിക്കുമോ അതിനേക്കാൾ കൂടുതൽ നോമ്പിന്റെ രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായില്ല? നിയമം അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ കഴിക്കൂല. എന്നോട് പറഞ്ഞു, ഒരു മാഷ് ഒരിക്കൽ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയായ എൻ്റെ കൂടെയുള്ള ഒരു മാഷ്, നിങ്ങൾ നോമ്പൊക്കെ തിരക്കടില്ല, പക്ഷെ നിങ്ങളെ നോമ്പിന്റെ കാര്യം കുറച്ച് കഷ്ടാണല്ലോ. രാത്രി നിങ്ങൾ അങ്ങോട്ട് ഇരുന്നിട്ട് സാധാരണ പകലുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കും, നിങ്ങൾക്ക് എൻ്റെ നിയമം ഉള്ളത്, അതെന്ത് പ്രശംസയാണ് അതിന്മേലുള്ളത്. ഒറ്റയടിക്ക് ഭക്ഷണം മുഴുവനും തടഞ്ഞിട്ട് പിന്നെ ഒറ്റയടിക്ക് ഭക്ഷണം കയറ്റുന്നത് ആരോഗ്യത്തിന് ഹാനികരമാവുമല്ലോ എന്ന് കൂടെ പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിയായ മാഷ് കളിയാക്കി. ആരെ? നമ്മളൊരു മാഷ്. ആ ക്രിസ്ത്യാനി സാധു മനസ്സിലാക്കിയത് നോമ്പിന് രാത്രി നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാ. അത് കാരണം എന്താ? നമ്മളെപ്പോലത്തവരുടെ മാമൂല്. എന്നാശറോ, ഒരാൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒരാൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ എത്രയാണോ ഭക്ഷണം കഴിക്കുക അതിനേക്കാൾ രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതായത് മൊത്തം ഇത് പറഞ്ഞപ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, അത്താഴത്തിന്റെ കാര്യമാണോ പറയുന്നത്? മനസ്സിലായില്ല. അത്താഴത്തിന് അത്ര ചുരുക്കണം എന്നാണ്, മനസ്സിലായില്ല. ഇത് ഏതു മുതൽ ഏതുവരെ? ഉറങ്ങാണല്ലോ റബ്ബേ. ഏത് മുതൽ ഏതുവരെ? ഇഫ്താർ മുതൽ സുഹൂർ അടക്കം ഇത്ര ഉണ്ടാവാൻ പാടുള്ളൂ. ദസമുസാലി അങ്ങനെയാണ്. പറ്റുമെങ്കിൽ നോറ്റാൽ മതി. അങ്ങനെയാണ്, അത് പറ്റും. നമ്മളൊക്കെ ചെയ്യണില്ലേ? ഇന്നുമില്ലേ ഹറമിൽ ലക്ഷക്കണക്കായ ആളുകൾ അങ്ങനെ ചൂടിയില്ലേ? അത് നമ്മളൊക്കെ തന്നെയല്ലേ? പോയാൽ എത്ര നേടി? എത്ര? 5. ഒന്നുകൂടി എഴുതിക്കോളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ആറാമത്തല്ല, ഇതിന് ബി. പകലിൽ ഉറങ്ങിക്കളയാൻ പാടില്ല. പകൽ ഉറങ്ങിക്കളയാൻ പാടില്ല. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ അല്ലാതെ ഉറങ്ങാൻ പാടില്ല. അത്യാവശ്യത്തിന് ഉറങ്ങിയാലോ നോമ്പ് സ്വായിമി ഇബാദ, നോമ്പുകാരുടെ ഉറക്കം ഇബാദത്താണ്. ഖാല റസൂലുള്ളാഹി. അതെങ്ങനെ? ഉറങ്ങി വീഴുമെന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യാ? ഉറങ്ങാ. അപ്പോൾ അത് ഇബാദത്താവും ചെയ്യും. അല്ല, ഉറങ്ങാൻ പാടില്ല. പകലിൽ ഉറങ്ങിക്കളയാൻ പാടില്ല. ഇനി ആറാമത്തെ കാര്യം എഴുതിക്കോളൂ. ആറാമത്തെ കാര്യം, അയകൂന ഖൽബുഹു മുഅല്ലഖൻ മുൽതറബൻ ബൈനൽ ഖൗഫി വറജായി. നോമ്പ് തുറന്നാൽ പോലും റബ്ബേ എന്റെ നോമ്പ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന ഒരു പേടിയുടെയും പ്രതീക്ഷയുടെയും നടുവിൽ നിൽക്കണം. ഞാൻ നോമ്പ് നോറ്റല്ലോ, ഒന്ന് റാഹത്തായല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. അതാണ് ആറാമത്തെ. അയകൂന ഖൽബുഹു മുഅല്ലഖൻ മുൽതറബൻ ബൈനൽ ഖൗഫി വറജായി, അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജായി. ഖാല റസൂലുള്ളാഹി. ഒരു പേടിയുടെയും പ്രതീക്ഷയുടെയും നടുവിൽ നിൽക്കുക. എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചോ അല്ലേ എന്ന് പേടിയുടെയും പ്രതീക്ഷയുടെയും നടുവിൽ നിൽക്കുക. ഇതാണ്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ, ഭക്ഷണത്തിന്റെ അവിടെ ഒരു സീ കൂടി കൊടുത്തോളൂ. എന്താണെന്നറിയോ? ഹറാമായ ഭക്ഷണം ഇഫ്താറിനോ രാത്രിയോ അല്പം പോലും കയറിയാൽ സൗമു സ്വാലിഹി നഷ്ടപ്പെടും. ഹലാൽ തന്നെ കൂട്ടാൻ പാടില്ല. വസ്സാലി മാമൊരു ഉദാഹരണം മനസ്സിലാവണില്ല. താൻ നോമ്പ് തുറക്കുന്നതോ രാത്രി കഴിക്കുന്ന സുഹൂറോ ഹലാലാണെന്ന് യഖീനാക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാകുന്നു. ശുബ്ഹത്തിന്റെ ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. ഇത് ഹലാലാണോ ഹറാമാണോ തിരിച്ചറിയാത്തത് പോലും കഴിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക. കാരണം എന്തുകൊണ്ട്? ഹലാല് പോലും പെരുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഹറാമ് പറ്റും? ഒരാള് മരുന്ന് കുറക്കാൻ പറഞ്ഞത് ആരോഗ്യത്തിന് ഗുണമാകാൻ വേണ്ടിയാ. മരുന്നാണ്, എന്നിട്ട് അത് കുറക്കണം ആരോഗ്യത്തിന് ഗുണമാവാൻ. പിന്നെ എങ്ങനെ അയാൾ വിഷം കഴിക്കും? മനസ്സിലായില്ല. ഒരാള് ഹലാൽ ഒഴിവാക്കിയിട്ട് ഹറാം കൊണ്ട് നോമ്പ് തുറക്കൽ ഏതുപോലെയാണ്? മരുന്ന് ഒഴിവാക്കിയിട്ട് ഒരാൾ എന്ത് കഴിച്ചു? വിഷം കഴിച്ചു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. തറാവി നിസ്കരിച്ചാ പോരാ, രണ്ട് ഷർത്തുണ്ട്. ഒന്ന്, എന്തുണ്ടാവണം? ഈമാൻ. ഈമാനെ സൂക്ഷിക്കണം. ഹറാമിനെ സൂക്ഷിച്ചാലേ ഈമാൻ നിലനിൽക്കുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ എന്തും വേണം? വഹ്തിസാബൻ, കൂലിയെ പ്രതീക്ഷിച്ചിട്ട് ചെയ്യണം. ആ സമയം അങ്ങോട്ട് തീർന്നാൽ പോരാ. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ശ്രദ്ധിക്കുക. 20 റക്അത്ത് തറാവീഹ്. വകാനു യത്തഖിയുന അലാ അസ്വീം. വടിചാരി നിന്നിട്ടായിരുന്നു സ്വഹാബികൾ നിസ്കരിച്ചിരുന്നത്. കാനു യഖറഊന ബിൽ മീന. എങ്കിൽ പിന്നെ അലന്തറ കൈഫ മുതൽ 2 വട്ടം ആവർത്തിക്കുന്ന ഇന്നത്തെ നമ്മുടെ തറാവീഹ് സലഫ് സാലിഹീങ്ങളുമായി എന്ത് ബന്ധമെന്ന് നാം ചിന്തിക്കേണ്ടതാകുന്നു. മനസ്സിലായില്ല നിങ്ങൾക്ക്? സലഫ് സാലിഹീങ്ങൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കും. വകാനു യതവക്കൗന അലാ അസ്വീം. അവരവരെ വടിയിൽ ചാരി നിൽക്കുകയും ചെയ്യും. വകാനു യഖറഊന ബിൽ മീന. 100 കണക്കിനായ റക്അത്തിലോടും. അതായിരുന്നു അവരുടെ രീതി. എന്നിട്ട് വടിയിൽ ചാരി നിസ്കരിക്കും. നമ്മളോ അലന്തറ കൈഫ അങ്ങോട്ട് എന്ന്. കഴിഞ്ഞ കൊല്ലം ഇമാം ഹാഫിളിനെ, നല്ല രസമുണ്ട് കേട്ടോ, കഴിഞ്ഞ കൊല്ലം ഹാഫിളിനെ ഈ നിർത്തിയിരുന്ന ഒരു പള്ളിയില് ഹാഫിളിനെ നിർത്തിയത് കൊണ്ട് പിന്നെ ആദ്യം തുടക്കത്തിൽ 2-3 ദിവസം ആളുണ്ടായി. പിന്നെ ആള് കമ്മിയായി വന്നു. അതേ പള്ളിയിൽ ഇക്കൊല്ലം സന്ദർഭവശാൽ ഹാഫിൾ ഇല്ലാതായിട്ടുണ്ട്. വല്ലുഹാബല്ലയുടെ താഴക്കാണ് ഓതുന്നത്. ആ പള്ളിയിൽ നല്ല ആവേശത്തിൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് ഒന്നും കൂടെ നല്ലതെന്ന് ആളുകൾ പറഞ്ഞും ചെയ്തു എന്ന് കമ്മിറ്റിക്കാർ ഇന്നലെ എന്നോട് പറഞ്ഞു. ഏതാണ് മഹല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയും, പിന്നെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഏതാവും മഹല്ല് നിങ്ങൾ ആലോചിച്ചാൽ മതി. ചിന്തിക്കുക. ഒരു മഹല്ലുകാരി എന്നോട് പറഞ്ഞു, ഒരു മഹല്ലുകാര് കഴിഞ്ഞ കൊല്ലം ഇതേ പള്ളിയുടെ കമ്മിറ്റിക്കാരനോട് പറഞ്ഞിരുന്നു, ഉസ്താദെ തറാവി ഒന്ന് പറയണേ ഉസ്താദെ, ഹാഫിളാണ്, ഓരോ ദിവസം ഓരോ ജുസ് ഓടും, അത് കാരണം ആള് കമ്മിയായി വരികയാണ് എന്ന്. പിന്നെ ആള് കുറച്ചുണ്ടാകും. ലാസ്റ്റ് മുതലാളിമാര് വരുന്ന പള്ളിയിൽ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങും ഒരു 20-21 കഴിഞ്ഞാൽ. പിന്നെ അവിടെ കുറച്ച് ആളുണ്ടാവും. അത് മുതലാളിമാരുള്ള പള്ളി ആകണം. മുതലാളിമാരിറങ്ങുന്ന പള്ളിയിലൊക്കെ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവും. അതൊക്കെ കരുതിയിട്ട് അവസാനത്തെ 10 കുറച്ച് ആളുണ്ടാവും. പിന്നെ അങ്ങനെ ആള് കുറയും.